ഭൂവരാഹസ്വാമി ക്ഷേത്രം. നമ്മുടെ മനസ്സിലെ ഏതൊരാഗ്രഹവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നടന്നു കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എനിക്ക് അനുഭവത്തിൽ വന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കൂടി പകർന്നു നൽകുന്നത്. ഇവിടെ അധികം ആളുകളും വരുന്നത് ഭൂമി സംബന്ധമായ വിൽപ്പനയ്ക്കും പുതിയ ഭവനം അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിന് വേണ്ടിയാണ്. ഏതൊരാഗ്രഹവും നല്ല ആഗ്രഹമായിരിക്കണം. അത് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ നടന്നു കിട്ടുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മൈസൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിൽ നിന്ന് 1.25 മണിക്കൂറും കൂടി യാത്ര ചെയ്യാനുണ്ട്. പ്രൈവറ്റ് വാഹന സൗകര്യം ഉപയോഗിച്ച് പോകുന്നതാണ് നല്ലത്. ബസ്സുകളും മറ്റു യാത്രാ സൗകര്യങ്ങളും ഇവിടെ ഇല്ല. ഇവിടെ ദർശനത്തിന് വരുന്നത് അധികവും കന്നഡക്കാർ ആണ്. അതുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ പുറത്തുള്ള കടകളിൽ നിന്ന് തേങ്ങയും പൂക്കളും വാങ്ങാം. അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ആ തേങ്ങ ഉടയ്ക്കണം. അതിനുശേഷം അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിൽ നിന്ന് 3 പിടി മണ്ണ് വാരിയെടുത്ത് ഒരു ചെറിയ സഞ്ചിയിലാക്കണം. അതിനുശേഷം 11 തവണ അമ്പലം പ്രദക്ഷിണം വയ്ക്കുക. പിന്നീട് ഒരു 200 രൂപയുടെ പൂജ റെസിപ്റ്റ് ആക്കി പൂജയ്ക്ക് ഇരിക്കാം. പൂജയ്ക്ക് ഇരുന്നതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഭൂവരാഹസ്വാമിയോട് നമ്മുടെ ആവശ്യം വളരെ വ്യക്തമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഈ മണ്ണ് ഒരു വെള്ള കോട്ടൺ തുണിയിലാക്കി ആ കോട്ടൺ തുണിക്ക് പിന്നീട് മഞ്ഞളിൽ മുക്കി മഞ്ഞ നിറമാക്കുക. അതിനുശേഷം ആ മണ്ണ് ആ സഞ്ചിയിലിട്ട് കെട്ടി നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വയ്ക്കാവുന്നതാണ്. പൂജാമുറിയിൽ വെച്ച് എന്നും ഇതിനെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസവും വേണം. നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ അമ്പലത്തിൽ വന്ന് നന്ദി പറയാവുന്നതാണ്. അതിനുശേഷം ഈ മണ്ണ് നമ്മുടെ വീട്ടിന് മുന്നിലെ തുളസിത്തറയിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇവിടെ നല്ല ഉച്ചഭക്ഷണവും കിട്ടുന്നതാണ്. നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അത് തീർച്ചയായും എല്ലാവരും കഴിച്ചിട്ട് പോവുക. ഭൂവരാഹസ്വാമി ക്ഷേത്രം. നമ്മുടെ മനസ്സിലെ ഏതൊരാഗ്രഹവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ